നിങ്ങൾ ആരെങ്കിലും കുറവുകളുള്ളവരാണോ? ഉണ്ട്. മനുഷ്യ ജീവിതത്തിൽ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. ഏതെല്ലാം കുറവുകൾ? ആത്മീയമായി നോക്കിയാൽ പാപം ഒരു വലിയ കുറവാണ്. മനുഷ്യ ജീവിതത്തെ തകർത്ത് കളയുന്ന ചില പോരായ്മകളും കുറവുകളുമാണ് പാപം. കാരണം പാപത്തിന്റെ പിതാവ് പിശാചാണ്. ദൈവത്തിന്റെ വചനത്തിലുണ്ട് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നുവെന്ന്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിലേക്ക് പാപം അയക്കുന്ന ദുഷ്ടനായ പിശാചാണ്. പിശാച് പാപത്തിന്റെ അപ്പനാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ പാപത്തിന്മേൽ ജയമില്ലാതെ ജീവിതത്തിൽ വരൾച്ച പറ്റിയവരുണ്ടെങ്കിൽ യേശുവിൻ്റെ അരികിലേക്ക് വന്നാൽ യേശു ആ വരൾച്ച മാറ്റും. ആത്മീയമായ വരൾച്ച മാറ്റും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നാളുകളായി ദൈവത്തിന് വചനം കേൾക്കുന്നു, ഒരു മരവിപ്പ്, തൊടുന്നില്ല, വചനം തൊടുന്നില്ല, ഹൃദയം കല്ലിച്ചിരിക്കുന്നു, ഹൃദയം കല്ലുപോലിരിക്കുന്നു, ഒന്ന് കരയാൻ പറ്റുന്നില്ല, ഒരു തുള്ളി കണ്ണുനീര് ഒന്ന് ഒഴുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഹൃദയം തകരുന്നില്ല. അങ്ങനെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? വരണ്ടിരിക്കുകയാണ്, വരണ്ടുണങ്ങിയിരിക്കുകയാണ്. ആ വരൾച്ച മാറ്റാൻ യേശുവിന് കഴിയും. എങ്ങനെ? ആ സ്വർഗത്തിൻ്റെ മാരി, സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മാരി, വചനത്തിൻ്റെ മാരി നമ്മുടെ മധ്യത്തിൽ ഒഴുകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ വരൾച്ച മാറും. ജീവിതം എബൌട്ട് ടേൺ തരുന്നതുപോലെയാകും. നമ്മെ അതുവരെ അറിയാവുന്നവർ ചിന്തിക്കും, ഇവൻ എന്തു പറ്റി, ഈ മോൾക്ക് എന്തു പറ്റി എന്ന് ചിന്തിക്കാൻ തക്കോണം അത്ഭുതകരമായ രൂപാന്തരം തരാൻ യേശുവിന് കഴിയും. യേശുവിന് മാത്രമേ കഴിയൂ.